ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം തരികയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു നത്തോലി മീനുണ്ടല്ലോ, ആ മീൻ ഈസിയായിട്ട് എങ്ങനെയാണ് ഒരു കൂട്ടാൻ വയ്ക്കുക എന്നുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയണ വിഷയം തന്നെയാണ്, പക്ഷെ എന്നാലും ഞാൻ സിമ്പിളായിട്ട് കാണിക്കുകയാണ്. കുറേ ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ഷോർട്സൊക്കെയാണ് ഇടാറുള്ളത്. വീഡിയോ പിടിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സംസാരിച്ച് വലിച്ച് നിൽക്കണമെന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അത് ഞാനുണ്ടോ നത്തോലി ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി നമ്മൾ ഫ്രൈ ചെയ്യാൻ മിക്സ് ചെയ്ത് വെക്കില്ല, അതേപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിപ്പുറത്ത് കുറച്ച് ഒരു മീഡിയം സൈസ് തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി മൂന്നും കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഒന്നിങ്ങനെ ചൂടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം ലേശം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കടുക് എന്തിനാണ് ഇടുന്നതെന്ന് അറിയാം, എണ്ണ നന്നായിട്ട് ചൂടാവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. അതാരും മീൻ കറിയിൽ കടുക് ഇടണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഉള്ളവർ ഇടുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ എണ്ണ ചൂടായിണോ ഇല്ല, കടുക് പൊട്ടുമ്പോൾ അറിയാമല്ലോ എണ്ണ ചൂടായിണോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും മീൻ കറിയിൽ കടുകൊന്നും ഇടില്ല കേട്ടോ. ഇവിടെ ഇടണ കണ്ടിട്ട് ഞാൻ ഇടൽ തുടങ്ങിയതാണ്. അപ്പോൾ എണ്ണ നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട് കടുക് കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി മൊരിഞ്ഞ് വരുന്നുണ്ട്, പൊട്ടൽ തുടങ്ങിയിട്ടില്ല. അത് പൊട്ടുമ്പോഴേക്കാണ് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊരു ഒരു പിടി ഉലുവ കണ്ടില്ലേ, ഒരു പിടി ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ കണ്ടത് കടുക് പൊട്ടികളോടുന്ന ഉലുവയും നല്ല മൂത്ത് വന്നിട്ടുണ്ട്, കളർ മാറിയുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളി ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടി വരണം കേട്ടോ. അപ്പോൾ ഞാൻ കൂട്ടാനും രസമുള്ളൂ. ഒരുപാട് വെള്ളത്തിലൊന്നല്ല വെക്കുന്നത്, വറ്റിച്ച മാതിരി വെക്കണത്. ഏകദേശം ഇതേമാതിരി തന്നെ ഞങ്ങളാ ഭാഗത്ത് മത്തിക്കറി ഇതേപോലെ തന്നെ വെക്കുക. ഇപ്പോൾ ഉള്ളിയിൽ കൂടി ഏകദേശം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ അതിൽ ആ മീനിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലേശം ഇടുന്നുള്ളൂ, ഒരുപാട് എരിവ് വേണ്ട വെച്ചിട്ട്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇടുന്നുള്ളൂ. ഈ മല്ലിപ്പൊടി മുളക് പൊടി നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഈ മല്ലിപ്പൊടി മുളക് പൊടി ആ പച്ച ഇതൊന്ന് മാറട്ടെ. കുറച്ച് നേരം ഇളക്കി കൊടുക്കാം, മതി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മളെ തക്കാളി ഇടാൻ പോവുകയാണ്. കണ്ടില്ലേ, മീഡിയം സൈസ് തക്കാളി ഒന്നേ ഇടണുള്ളൂ കേട്ടോ. പുളി ഒഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സമയത്ത് നിങ്ങളൊന്ന് തീയൊക്കെ ഒന്ന് കമ്മിയാക്കി കൊടുത്തോളൂ കേട്ടോ. എല്ലാം മുളക് പൊടി എരിവ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിക്കില്ല. എനിക്ക് തന്നെ ഇപ്പോൾ എരിവ് ഭയങ്കരമായിട്ട് അടിക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതേപോലെയൊക്കെ തീയൊക്കെ ഒന്ന് കമ്മിയിട്ട് വെക്കണം. വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി കിടക്കണം കേട്ടോ. തക്കാളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണ് കേട്ടോ. ലേശം ഉപ്പ് ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടില്ലേ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ നെല്ലിക്ക സൈസിലിട്ട് പുളി കിട്ടുന്നത്. ആ പുളിയുടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്.
ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് കടന്ന് നന്നായിട്ട് തിളക്കണം. അതിൻ്റെ മുന്നേ അത് ലേശം കല്ലുപ്പ് ഇതിൽ വേണം. കടന്ന് നന്നായിട്ട് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മളിതിലേക്ക് നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മീൻ ഇടാൻ പോവുകയാണ്. മീനിൽ എരിവുള്ളതുകൊണ്ട് ഞാൻ ഇത് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ എരിവ് കമ്മിയായിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് എരിവ് മതി, നല്ല എരിവ് വേണ്ട. ഇതപ്പോൾ എല്ലാ മീനും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ നെത്തിലി മീൻ കുഴമ്പ് മീൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. വേണ്ടേ ഇതൊരു ലേശം 2 കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കിയാൽ മതി. ഇത്രയും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്കൊക്കെ ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു.